ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് കോയമ്പത്തൂർ ഒരു കുഞ്ഞു ട്രിപ്പ് പോയൊരു വീഡിയോ ആണ്. ഇപ്പോൾ കൊല്ലത്തു നിന്നായിരുന്നു നമ്മൾ പോയത്. ആദ്യം തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ട്രെയിനിൽ കയറിയത്. സ്കൂട്ടർ കൊണ്ട് റെയിൽവേ സ്റ്റേഷൻ വെച്ചിട്ട് അവിടെ നിന്നായിരുന്നു നമ്മൾ ട്രെയിൻ കയറി പോയത്. 8:30 ആ ഒരു ടൈമിലായിരുന്നു ട്രെയിൻ. അപ്പോൾ നമ്മൾ പോയത് വിവേക് എക്സ്പ്രസ്സിലായിരുന്നു. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് കയറണമെന്ന് വെച്ചൊരു ട്രെയിനാണ്. കാര്യം എല്ലാവരും പറയും ആ ട്രെയിൻ അത്ര പ്രശ്നമുള്ളൊരു ട്രെയിനാണ്, എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാണ്, ഭയങ്കര റഷാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോസിൽ കേട്ടിട്ടുള്ളൊരു ട്രെയിനാണ്. അപ്പോൾ അതിൻ്റെ AC കോച്ചാണ് നമ്മൾ ബുക്ക് ചെയ്തത്. ക്ലീൻ ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ നോർമൽ ഒരു AC കമ്പാർട്ട്മെൻറ്റിൽ കയറുന്ന അത്ര ക്ലീൻ അല്ല, എന്നാലും ആവശ്യത്തിന് നീറ്റ്നെസ് ഒക്കെ ഉണ്ട്. വാഷ്റൂമിൽ വെള്ളമൊന്നും ഇല്ലായിരുന്നു, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളൂ. പിന്നെ ആരും ഇല്ലായിരുന്നു കമ്പാർട്ട്മെൻറ്റിൽ, എന്താണെന്ന് അറിയത്തില്ല, തിരക്കിലാഞ്ഞിട്ടാണോ എന്തോ അറിയത്തില്ല. വളരെ കുറച്ച് 2-3 ആൾക്കാരെ മാക്സിമം ആ കോച്ചിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ കോയമ്പത്തൂർ എത്തി. ഞാൻ അതിൻ്റെ ബാക്കിലത്തെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ പോയി നോക്കിയിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എങ്ങനെയുണ്ട്, റഷ് ഉണ്ടോ എന്നൊക്കെ അറിയാനൊരു ക്യൂരിയോസിറ്റിയിൽ. അപ്പം കോയമ്പത്തൂർ ഇതാണ് സ്റ്റേഷൻ്റെ ഫ്രണ്ട്. ഒരു ട്രെയിനിൻ്റെ എഞ്ചിനൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ബ്രഷ് എടുത്തിട്ടില്ലായിരുന്നു, മറന്നുപോയി. അങ്ങനെ അത് മേടിക്കാനായിട്ട് പോയത്. അങ്ങനെ ഒരു റിട്ടയറിംഗ് റൂമിൽ തന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ ഫ്രഷായി. കാര്യം 1 ഡേ ട്രിപ്പാണ്, അപ്പോൾ റൂമൊന്നും എടുത്തൊന്നുമില്ല. അവിടെ നിന്ന് തന്നെ ഫ്രഷായിട്ട് ഞങ്ങൾ ഇറങ്ങി. പോകുന്നത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. ഫുഡ് കഴിക്കാൻ നമ്മളൊരു റെഡ് ടാക്സി ബുക്ക് ചെയ്തു. അവിടെ കോമൺ ആയിട്ട് കുറേ ഉണ്ട് കേട്ടോ റെഡ് ടാക്സി. അപ്പോൾ ഇതാണ് ഒരു ടാക്സികളടക്കം കുറേ ഉണ്ട്. തമിഴ്നാടായതുകൊണ്ടായിരിക്കും ഭയങ്കര ഡെക്കറേഷനായിരുന്നു കാറിനകത്ത്. അതുപോലെ തന്നെ ബാക്കിലും ഉണ്ടായിരുന്നു കുറേ ടോയ്സും അതുമൊക്കെ. അങ്ങനെ നമ്മൾ അന്നപൂർണ്ണയിലാണ് പോയത് ഫുഡ് കഴിക്കാനായിട്ട്. അങ്ങനെ അവിടെ നിന്നും ദോശ തന്നെയാണ് കഴിച്ചത്. ട്രാവൽ ചെയ്യുമ്പോൾ ലൈറ്റായിട്ടുള്ള ഫുഡാട്ടോ എപ്പോഴും കഴിക്കുന്നത്. അവിടെ കുറേ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഷെൽഫ് നിറയെ ഒരു സെക്ഷൻ സൈഡ് നിറയെ സ്വീറ്റ്സ്. ഞാൻ ഇത്രയും സ്വീറ്റ്സ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിനകത്ത് കുറേയൊക്കെ എനിക്ക് ഇഷ്ടമുള്ള സ്വീറ്റ്സ് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തൊക്കെയോ കുറേ വാങ്ങി. എന്നിട്ട് അവിടെ നിന്ന് കഴിച്ച് നോക്കി കേട്ടോ. കുറേ ഇതെൻ്റെ ഫേവറേറ്റാണ്. എൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, ഞാൻ പേടേന്നാണ് പറയുന്നത്. ഞാൻ കൊല്ലത്തുനിന്ന് വാങ്ങാറുള്ളൊരു സാധനമാണ്, എവിടെ പോയാലും വാങ്ങുന്ന സാധനമാണ്. അങ്ങനെ നമ്മളൊരു ഫെസ്റ്റിനായിരുന്നു പോയത്. അപ്പോൾ ബിസിനസ്സുകാരൊക്കെ വന്ന് കാണേണ്ട ഒരു ഫെസ്റ്റാണ്. കാര്യം കുറേ മെഷീനറീസും നമുക്ക് ബിസിനസ്സിൻ്റെ ഐഡിയാസും ഒക്കെ കിട്ടാനും കുറേ പ്രോഡക്ട്സിനെ പറ്റി അറിയാനും ഓരോ പ്രോഡക്ട്സിൻ്റെ സാമ്പിളൊക്കെ കിട്ടും നമുക്ക് ചിലപ്പോൾ ഇവിടുന്ന്. അപ്പോൾ നമുക്കതുകൊണ്ട് യൂസ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ മേടിക്കാം. അങ്ങനെയൊക്കെയുള്ള നമുക്കൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു ഫെസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഒരു ഫെയർ, അതിന് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ അടിപൊളിയായിരുന്നു. കുറേ മെഷീൻസും കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റി. അതിനുശേഷം അവിടെ നിന്ന് നമ്മൾ ഡിമാർട്ടിലോട്ടാണ് പോയത്. പോകുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇതുപോലെ ഒരു റെഡ് ടാക്സി പിടിച്ചിട്ട് അവിടെ നിന്ന് നമ്മൾ വീണ്ടും ഫുഡ് കഴിക്കാനായിരുന്നു പോയത്. കാര്യം ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. പോയിട്ട് ഞങ്ങൾ കഴിച്ചത് പാനിപൂരി, ബേൽപൂരിയൊക്കെ ആയിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല. അവിടെയും സ്വീറ്റ്സ് ഭയങ്കര സ്വീറ്റ്സിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു. അവിടെ നിന്നും കുറേ സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചിട്ട് വീണ്ടും ഞങ്ങൾ ഒരു ടാക്സി പിടിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി. പിന്നെ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. രാവിലെ ഒട്ടും തിരക്കില്ലാതെ കിടന്ന റെയിൽവേ സ്റ്റേഷനാണ്. ഇതാണ് ഡബിൾ ഡെക്കർ ട്രെയിൻ. ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ വെച്ച് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന്. പിന്നെ അവിടെ നിന്ന് രാവിലെ ട്രെയിൻ കയറി കൊല്ലത്ത് വീണ്ടും എത്തി, വണ്ടി എടുത്ത് വീട്ടിലെത്തി. അപ്പം ഇതാണ് എൻ്റെ കുഞ്ഞു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. താങ്ക് യു.